ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ത്രില്ലർ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നത്. IPL മാച്ച് നമ്പർ 8 മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ, ഏറ്റവും കൂടുതൽ സിക്സറുകൾ കണ്ട ഒരു മത്സരം, ഫാസ്റ്റസ്റ്റ് 50, അത് 2 തവണ ഫാസ്റ്റസ്റ്റ് 50, ഒപ്പം ആദ്യ 10 ഓവറുകളിലെ ഏറ്റവും ഉയർന്ന സ്കോർ, മോസ്റ്റ് പ്രൊജക്റ്റഡ് സ്കോർ, അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ, ഒരുപാട് നാഴികക്കല്ലുകൾ പിന്നിട്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു IPL 17ാം സീസണിലെ 8ാം മാച്ച് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ശരിക്കും ആ ഒരു തീരുമാനം തുടക്കം മുതൽ തന്നെ പാളുന്നതാണ് നമ്മൾ കണ്ടത്. ഹൈദരാബാദ് 20 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് 277 എന്ന IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയ 266 2013 നേടിയ 266 ആയിരുന്നു ഇതുവരെ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ. അതിനെ ഭേദിച്ചുകൊണ്ടായിരുന്നു 20 ഓവറിൽ മുംബൈക്കെതിരെ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 277 എന്ന ഉയർന്ന സ്കോർ സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്രീസിൽ ചരിത്രം രചിച്ചപ്പോൾ ഹൈദരാബാദിൻ്റെ മണ്ണിൽ പറന്നത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈക്കും തുടക്കം മികച്ചു തന്നെയായിരുന്നു. അവരും ഒരു ഭേദപ്പെട്ട പ്രകടനം തന്നെ പുറത്തെടുത്തു. 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 246 ഒരു മാന്യമായ ചേസിലേക്ക് മുംബൈ എത്തിയെങ്കിൽ പോലും 31 റൺസിൻ്റെ പരാജയം നേടാനായിരുന്നു. സീസണിലെ 2ാം തുടർ തോൽവിയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും. ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ 34 പന്തിൽ പുറത്താവാതെ 80 റൺസ് അടിച്ച ഹൈൻറിച്ച് ക്ലാസർ എന്ന സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ തൻ്റെ ഹൈദരാബാദിൻ്റെ 2ാം മത്സരത്തിലും തൻ്റെ ഒരു മിന്നുന്ന ഫോം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം IPL ചരിത്രത്തിൽ, അല്ലെങ്കിൽ IPL ചരിത്രത്തിലെ 2ാമത്തെ ഫാസ്റ്റസ്റ്റ് 50 2 താരങ്ങൾ നേരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് 2 താരങ്ങളും ഹൈദരാബാദിൻ്റെ പ്ലെയേഴ്സ് തന്നെയാണ്. അഭിഷേക് ശർമ്മ 14 പന്തിൽ 50 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 16 പന്തിൽ, ഒപ്പം ട്രാവിസ് ഹെഡും 16 പന്തിൽ തൻ്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു. 23 പന്തിൽ 63 റൺസ് എടുത്താണ് അഭിഷേക് ശർമ്മ പുറത്തായത്. 24 പന്തിൽ 62 റൺസായിരുന്നു ട്രാവിസ് ഹെഡിൻ്റെ സമ്പാദ്യം. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന അർദ്ധ സെഞ്ചുറിയിലേക്ക് നോക്കുകയാണെങ്കിൽ പാറ്റ് കമ്മിൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിലത്തെ SRH ക്യാപ്റ്റൻ 14 പന്തിൽ നേടിയ അർദ്ധ സെഞ്ചുറി ആയിരുന്നു IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഫാസ്റ്റസ്റ്റ് 50. സോ അതിൽ 2ാം സ്ഥാനത്തേക്കാണ് ഹൈദരാബാദിൻ്റെ താരങ്ങളായ അഭിഷേക് ശർമ്മയുടെയും ട്രാവിസ് ഹെഡിൻ്റെയും ഫാസ്റ്റസ്റ്റ് 50 16 പന്തിൽ 50 ഇപ്പോൾ എത്തപ്പെട്ടിട്ടുള്ളത്. മുംബൈയുടെ ബോളിംഗ് ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും ഒന്നും അവകാശപ്പെടാനില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ സീസണിൽ തുടക്കത്തിൽ ടീമുകളുടെ എല്ലാം അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു മുംബൈയുടെ കരുത്തുറ്റ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ശരിക്കും അതെല്ലാം കാറ്റിൽ പറത്തിയ പ്രകടനമായിരുന്നു മുംബൈ ബോളർമാർ ഇന്നലെ ഹൈദരാബാദിന് മുൻപിൽ കാഴ്ചവെച്ചത്. 4 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നേടിക്കൊണ്ട് പീയൂഷ് ചവള 32 റൺസ് വഴങ്ങിയപ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റ് നേടിക്കൊണ്ട് 46 റൺസും, ജെറാൾഡ് കോട്സി 4 ഓവറിൽ 1 വിക്കറ്റ് നേടിക്കൊണ്ട് 57 റൺസും വഴങ്ങിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ ലൂക്ക് വുഡിന് പകരം മുംബൈയുടെ 11ലേക്ക് എത്തിയ സൗത്ത് ആഫ്രിക്കൻ അണ്ടർ-19 താരമായിട്ടുള്ള കൊന മഫാക, തൻ്റെ മുംബൈ ഇന്ത്യൻസ് IPL ഡെബ്യൂ മാച്ച് കളിച്ച താരം, 4 ഓവറിൽ 66 റൺസായിരുന്നു ഇന്നലെ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ മുംബൈയുടെ ബൗളർമാരെല്ലാം കടന്നാക്രമിക്കുന്ന പ്രകടനമായിരുന്നു SRH ബാറ്റർമാർ ഇന്നലെ ക്രീസിൽ കാഴ്ചവെച്ചത്. മുംബൈയുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ തിലക് വർമ്മ 64, ടീം ഡേവിഡ് 42, ഇഷാൻ കിഷൻ 37 ഒരു മാന്യമായ ചേസിലേക്ക് പോകുമെന്ന് തോന്നിക്കെ 31 റൺസിൻ്റെ തോൽവിയായിരുന്നു മുംബൈയുടെ വിധി.